ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫെസ്റ്റിവൽ സെയിൽ നടക്കാൻ പോവാണ്. ഈ ആഴ്ചയാണ് നമ്മുടെ ആമസോണിന്റെ സെയിലും ഫ്ലിപ്കാർട്ടിന്റെ സെയിലും വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാംസങ് S23 FEന്റെ സെയിലിനെ കുറിച്ച് എന്തോന്നും പറഞ്ഞില്ല, അതിൽ പ്രൈസിങ് എന്താ വരുന്നത് എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കേണ്ടത്. നമ്മൾ S23ന്റെ സെയിൽ ഡീറ്റെയിൽസ് പറയുന്നത് 40,000 രൂപയ്ക്ക് താഴെ അറൌണ്ട് 37,000 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. 8GB 128GB വേരിയന്റ് ആണ് വരുന്നത്. അത് പ്രീ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത് 999 രൂപ, അതായത് 999 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓഫർ ലോക്ക് ചെയ്യാം. അപ്പൊ ലോക്ക് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ലോക്ക് ചെയ്താൽ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം വാങ്ങിയില്ലെങ്കിൽ 1000 രൂപ പോകും. പക്ഷെ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലോക്ക് പ്രൈസ് കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് കിട്ടുന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. സാംസങ് S23 FE ഇതിന്റെ പ്രൈസിങ് എന്താണ്, അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ സാംസങ് ഗാലക്സി S23 FE എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ, അതായത് 2023 ഒക്ടോബറിൽ ഇറങ്ങിയ ഡിവൈസാണ്. എഗെയിൻ സാംസങ്ങിന്റെ S സീരീസിന്റെ ഒരു കട്ട് ഡൗൺ വേർഷൻ എന്നൊക്കെ വേണ്ടി പറയാം. ഇതിനകത്ത് വരുന്ന Exynos 2200 ചിപ്പാണ് വരുന്നത്. 2200 നമുക്കറിയാം Exynos. അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഒരു നല്ല ചിപ്പ് അല്ല. പ്രോബ്ലി പെർഫോമൻസിനൊന്നും അത്ര ഒരു ഓറിയന്റഡ് ചിപ്പ് അല്ല എന്ന് പറയാം. കാരണം അപ്പൊ ഇത് 2022 ചിപ്പാണ് ആലോചിക്കണം. 2023 ഇറങ്ങിയത് സാംസങ് ഗാലക്സി S23 FE. ഇതിനകത്ത് നല്ല അടിപൊളി ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് S23 കിട്ടുന്ന ഏതാണ്ട് അതേപോലത്തെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ക്യാമറാസും അടിപൊളിയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, അടിപൊളി സെൽഫി ക്യാമറ, 4K വീഡിയോസ് റിയർ ആൻഡ് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. അതെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. 8GB റാം, 128GB സ്റ്റോറേജ്, എല്ലാം തന്നെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. 1 UI അപ്ഡേറ്റ് സൈക്കിൾ ആണ്, അടിപൊളിയാണ്. അപ്പൊ എല്ലാം അടിപൊളിയാണ്. എന്തുകൊണ്ട് അത് മേടിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അത് 27,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. 27,999 റുപ്പീസിനാണ് വരുന്നത്. അപ്പൊ ആ ഒരു പ്രൈസിന് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. പിന്നെ S23 പോലെ തന്നെ IP റേറ്റിംഗ് ഉണ്ട്, IP68 റേറ്റിംഗ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, എല്ലാം തന്നെ അടിപൊളി ഫീച്ചേഴ്സ് ആണ്. പക്ഷേ 27,999 രൂപയ്ക്ക് ഇത് വാങ്ങണോ വേണ്ടയോ? ഇത് വാങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക വാങ്ങണതിന് മുമ്പ്. ഇത് ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഡിവൈസ് അല്ല. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന്റെ പ്രോസസ്സറൊക്കെ ആണെങ്കിൽ ഗെയിമിങ്ങിന് ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത ഒരു ചിപ്പാണ് Exynos 2200. അപ്പൊ ഗെയിമർ ആണെങ്കിൽ ഈ ഡിവൈസിന് മാറി നിൽക്കാം. തീർച്ചയായിട്ടും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഗെയിമർ ആണെങ്കിൽ ഈ ഡിവൈസ് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുകയും ചെയ്യും. പിന്നെ വളരെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ നോർമൽ യൂസേജിലും ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഗെയിൻ ഇതൊരു കുറച്ചൊരു ഹെവി യൂസർക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്നാൽ കാഷ്വൽ യൂസർക്ക് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ മേജർ പോരായ്മ, 4500 mAh ബാറ്ററി ഉണ്ടെങ്കിലും ബാറ്ററി പെർഫോമൻസ് വളരെ ആവറേജ് ആണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെവി യൂസർ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. 4500 mAh ബാറ്ററി അത്ര പോരാണ്ട് വരും. അത് മാത്രമല്ല ഇതിനകത്ത് 25 watt ഫാസ്റ്റ് ചാർജർ ഉള്ളൂ. നമ്മൾ വേറെ ചാർജർ മേടിക്കണം. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും സാംസങ്ങിന്റെ ആ ഒരു ഡിവൈസ് നൽകി 27,999 ഓക്കെ മാത്രമേ പറയാവുള്ളൂ. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറയും. ഗെയിമർ ആണെങ്കിൽ ഈ ഡിവൈസിന് വിട്ടേക്കുക, അതേപോലെ തന്നെ ഹെവി ബാറ്ററി യൂസർ ആണെങ്കിലും ഈ ഡിവൈസിന് വിട്ടേക്കുക. പിന്നെ ഒരു 28,000 രൂപയ്ക്ക് നമുക്ക് സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പ് ഡിവൈസ് ഒക്കെ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ പ്രോബ്ലി ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിലും ബെറ്റർ നിങ്ങൾ S23 എടുക്കുകയായിരിക്കും. ഏതൊക്കെ ബെറ്റർ എക്സ്പീരിയൻസിംഗിലും കിട്ടും, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്പെങ്കിലും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവൈസിന്റെ പ്രൈസിങ് നല്ലതാണെങ്കിലും ഡിവൈസ് അത്രയ്ക്ക് ഒരു വാവ് ഫാക്ടർ ഇല്ല. കാരണം ഒരു പ്രോസ് ആൻഡ് കോൺസ് എടുക്കുകയാണെങ്കിൽ പ്രോസും കോൺസും ഏറെക്കുറെ സെയിം എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സാംസങ് ഗാലക്സി S23 FE സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത്. ഇനി അഥവാ സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. എന്നാലും ഞാൻ സാംസങ് S23 റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതായിരുന്നു സാംസങ് ഗാലക്സി S23 FEന്റെ ഓഫർ പ്രൈസിങ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? നിങ്ങൾക്ക് ഒരു 30,000 രൂപയ്ക്ക് താഴെ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് എടുക്കൂ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ പ്രോബ്ലി റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ബാറ്ററി ഹെവി യൂസറാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ ബാറ്ററി ലൈഫ് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതായിരുന്നു S23 FEന്റെ വീഡിയോ. നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു S23 FEക്കുള്ള ഓഫർ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.